സൗദി അറേബ്യയിൽ വിദേശികൾക്ക് ഭൂമിയും വസ്തുവകകളും സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. പ്രവാസികൾക്കും വിദേശത്തുമുള്ളവർക്കും കമ്പനികൾക്കും നിശ്ചിത വ്യവസ്ഥകളോടെ ഇനി രാജ്യത്ത് വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുമെന്ന് ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് അറിയിച്ചു. അഖാറത്ത് സൗദി എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. സൗദി അറേബ്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിദേശികൾക്ക് വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള നിയമം നടപ്പിലായത്. റിയൽ എസ്റ്റേറ്റ് വിപണിയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റിന്റെ അഖാറാത്ത് സൗദി എന്ന ഡിജിറ്റൽ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. രാജ്യത്തുള്ള പ്രവാസികൾക്ക് അവരുടെ ഇഖാമ നമ്പറുകൾ ഉപയോഗിച്ച് ഭൂമിയോ കെട്ടിടങ്ങളോ വാങ്ങാൻ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ വിദേശത്തുള്ള വ്യക്തികൾക്ക് സൗദി എംബസികൾ വഴി ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് നേടിയ ശേഷം മാത്രമേ പോർട്ടലിൽ അപേക്ഷിക്കാൻ. സൗദിയിൽ നിലവിൽ ശാഖകളില്ലാത്ത വിദേശ കമ്പനികൾക്ക് ഇൻവെസ്റ്റ് സൗദി പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്ത് വസ്തുവകകൾ വാങ്ങാൻ അനുമതി ലഭിക്കും. മക്കയിലും മദീനയിലും മുസ്ലിങ്ങൾക്കും സൗദി കമ്പനികൾക്കും മാത്രമാണ് ഉടമസ്ഥാവകാശത്തിന് അനുവാദമുള്ളത്. റിയാദ്, ജിദ്ദ, മക്ക, മദീന എന്നിവിടങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ വസ്തുക്കൾ വാങ്ങാം എന്നത് സംബന്ധിച്ച വിശദമായ വിവരം ഉടൻ പ്രസിദ്ധീകരിക്കും. പുതിയ നിയമം വഴി ഭവന, വാണിജ്യ, ടൂറിസം മേഖലകളിൽ വലിയ വളർച്ചയാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.